നാരായണായ. നാരായണീയം ദശകം 29 അമൃതാഹരണവും അസുരനിഗ്രഹവും. പാലാഴി മഥനത്തിൻ്റെ 3-ാമത്തെ ഭാഗമാണ് ഈ ദശകം. ഭഗവാൻ മോഹിനി രൂപം പൂണ്ട് മധുര വാക്കുകളാൽ അസുരന്മാരെ തൻ്റെ വശത്താക്കി അസുരന്മാരെയും ദേവന്മാരെയും പ്രത്യേകം പന്തി തിരിച്ചിരുത്തി ദേവന്മാർക്ക് മാത്രം അമൃത് വിളമ്പി എത്തിച്ചു. ഇതിനിടയിൽ രാഹു എന്ന അസുരൻ കളവ് മൂലം കുറച്ച് അമൃത് ഭക്ഷിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭഗവാൻ തൻ്റെ സുദർശനം കൊണ്ട് രാഹുവിൻ്റെ കഴുത്തറത്തു. അങ്ങനെ അസുരന്മാർക്ക് തക്ക ശിക്ഷ കൊടുത്തുകൊണ്ട് ഭഗവാൻ അവിടെ നിന്നും മറഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞാണ് 5-ാമത്തെ ദശകത്തിൽ നിർത്തിയത്. വീണ്ടും പാലാഴി മഥന കഥ തുടർന്ന് പറയുന്നു. അങ്ങനെ ഭഗവാൻ മറഞ്ഞതിന് ശേഷം എന്തുണ്ടായി എന്നാണ് 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ത്വത്സുദാഹരണയോഗ്യഫലം പരേഷു ദത്വാഗതേ ത്വയി സുരൈ ഖലു തേ വ്യഗൃണ്ണൻ ഘോരേധമൂർച്ഛതിരണേ ബലിദൈത്യമായ വ്യാമോഹിതേ സുരഗണേ ത്വമിഹാവിരാസി. ഇപ്രകാരം ധന്വന്തരമൂർത്തിയായ ഭഗവാനെ അവിടുത്തെ പക്കൽ നിന്ന് അമൃത് തട്ടിയെടുത്തു എന്ന് അപരാധം ചെയ്ത അസുരന്മാർക്ക് അവർ ചെയ്ത തെറ്റിന്റെ ഫലമായി അങ്ങ് അമൃത് ഒരു തുള്ളി പോലും കൊടുക്കാതെ അവർക്കുള്ള ശിക്ഷ കൊടുത്തു. അതിനുശേഷം അവിടുന്ന് മറഞ്ഞപ്പോൾ ഭഗവാനും ദേവന്മാരും ഞങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന് അസുരന്മാർക്ക് മനസ്സിലായി. കൂടാതെ അമൃത് കഴിച്ചതുകൊണ്ട് ജരാനരകളൊക്കെ മാറി തങ്ങളുടെ യൗവനം വീണ്ടുകിട്ടി പൂർവാധികം ശക്തരും തേജസ്വികളുമായി തീർന്ന ദേവന്മാരെ കണ്ടപ്പോൾ അസുരന്മാർ ക്രുദ്ധരായി തീർന്നു. അങ്ങനെ അസുരന്മാർ ദേവന്മാരോട് യുദ്ധം ചെയ്യാനിറങ്ങി. പിന്നീട് അതിഭയങ്കരമായ ദേവാസുര യുദ്ധമാണ് ഉണ്ടായത്. ആ ഘോരയുദ്ധത്തിൽ അസുരരാജാവായ മഹാബലിയുടെ മായാപ്രയോഗത്തെ ചെറുത്തു നിൽക്കാൻ ദേവന്മാർ അശക്തരായിത്തീർന്നു. ഈ ഘട്ടത്തിൽ അല്ലയോ ഭഗവാനെ, അവിടുന്ന് വീണ്ടും പ്രത്യക്ഷീഭവിച്ചുവല്ലോ. ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് നാരദ മഹർഷി വന്ന് ദേവന്മാരെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. ത്വം കാലനേമി മഥമാലിമുഖാൻ ജഘന്ത ശക്രോ ജഘാന ബലിജംബവലാൻ സപാകാൻ ശുഷ്കാർദ്രദുഷ്കരവധേ നമുജൗ ചലൂനേ ഫേനേന നാരദഗിരാന്യരുണോരണം തം. ഇപ്രകാരം ദേവന്മാർ ആ മായാപ്രയോഗത്തിൽ അങ്ങനെ വീണുപോയപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നേരിട്ട് കാലനേമി, മാലി മുതലായ അസുരന്മാരെ നിഗ്രഹിച്ചു. ദേവേന്ദ്രൻ, പാകൻ, മഹാബലി, ജംഭൻ, വലൻ എന്നിവരെ സംഹരിച്ചു. അവരിൽ നമൂജി എന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. ഉണങ്ങിയതുകൊണ്ടോ നനഞ്ഞതുകൊണ്ടോ ഉള്ള വസ്തുക്കളെ കൊണ്ട് തന്നെ കൊല്ലാൻ സാധിക്കില്ല എന്ന വരം നേടിയ അസുരനായിരുന്നു നമൂജി. ദേവേന്ദ്രൻ നമൂജിയോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രഹ്മാവ് നമൂജിയുടെ ഈ വരലബ്ധിയെക്കുറിച്ച് ദേവേന്ദ്രനെ അറിയിച്ചു. അങ്ങനെ ദേവേന്ദ്രൻ സമുദ്രത്തിലെ പത കൊണ്ടാണ് നമൂജിയെ വധിച്ചത് എന്നാണ് പറയുന്നത്. ഇപ്രകാരം ഭഗവാന്റെ അനുഗ്രഹത്താൽ അസുരന്മാരുടെ മായാപ്രയോഗത്തിൽ നിന്നും മുക്തരായതുകൊണ്ടും അമൃത് കഴിച്ചതുകൊണ്ട് തന്നെ പൂർവാധികം ശക്തരായ ദേവന്മാർ അസുരന്മാരെ ഉന്മൂലനാശം ചെയ്യുന്ന ഘട്ടമായി. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് നാരദർ വന്ന് ദേവേന്ദ്രനോട് പറഞ്ഞു, ഭൂമിയിൽ അസുരന്മാർ തീർത്തും ഇല്ലാതാകാൻ പാടില്ല. അങ്ങനെ അസുരന്മാരെ തീർത്തും ഇല്ലാതാക്കാൻ പാടില്ല. ഈ ലോകത്ത് നന്മയും തിന്മയും ആവശ്യമാണ്. തിന്മയുണ്ടെങ്കിലേ നന്മയുടെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്രകാരം നാരദർ പറഞ്ഞതനുസരിച്ച് ദേവേന്ദ്രൻ യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞു. അങ്ങനെ ദേവാസുര യുദ്ധം അവസാനിച്ചപ്പോൾ ശേഷിച്ച അസുരന്മാർ മരിച്ചു കിടന്നിരുന്ന മഹാബലി തുടങ്ങിയ അസുരന്മാരെ അസ്താജലത്തിൽ കൊണ്ടുപോയി അസുരഗുരുവായ ശുക്രാചാര്യർ അവയവങ്ങൾ നഷ്ടപ്പെടാതെ മരിച്ച അസുരന്മാരെയെല്ലാം മൃതസഞ്ജീവനി മന്ത്രം കൊണ്ട് ജീവിപ്പിച്ചു. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ജീവനും ഓജസ്സും ബലവും ഗുരുകൃപയാൽ മഹാബലിക്ക് വീണ്ടുകിട്ടി. വിവേകിയായ മഹാബലിക്ക് തനിക്ക് സംഭവിച്ചു പോയ തോൽവിയെക്കുറിച്ചോർത്ത് ഒട്ടും തന്നെ ദുഃഖമുണ്ടായില്ല. ഇങ്ങനെ പാലാഴി മഥനം കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം മോഹിനി രൂപത്തെപ്പറ്റി കേട്ട് അതൊന്നു കാണാൻ കൗതുകം തോന്നിയ പരമശിവന്റെ കഥയാണ് അടുത്തതായി പറയുന്നത്. യോഷാവപുർദനുജമോഹനമാഹിതം തേ ശ്രുത്വാവിലോകന കുതൂഹലവാൻ മഹേശ ഭൂതൈ സമം ഗിരിജയാ ചഗദപദം തേ സ്തുത്വാ ബ്രവീദഭിമദം ത്വമഥോ നിരോധ.
ഇങ്ങനെ അസുരന്മാരെ മോഹിപ്പിച്ചു നിർത്തിയ ഭഗവാന്റെ അത്രയും മനോഹരമായ മോഹിനി രൂപം ഒന്ന് കാണാൻ പരമശിവന് കൗതുകം തോന്നി. അങ്ങനെ പരമശിവൻ തൻ്റെ ഭൂതഗണങ്ങളോടും പാർവതീദേവിയോടും കൂടി വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് തൻ്റെ ആഗ്രഹം പറഞ്ഞു. എന്നാൽ ഭഗവാനാകട്ടെ ഒന്നും പറയാതെ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും മറഞ്ഞു കളഞ്ഞു. ഭഗവാൻ മറഞ്ഞു കളഞ്ഞപ്പോൾ പരമശിവൻ എന്താണ് കണ്ടത് എന്നാണ് 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ആരാമസീമനി ചകന്തുഗാതലീലാ ലോലായമാനയനാം കമനീം മനോജ്ഞാം ത്വാമേഷ വീക്ഷ്യ വിഗളദ്വസനാം മനോഭു വേഗാദനങ്കരി പുരംഗ സമാലിലിംഗ. അങ്ങനെ ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മറഞ്ഞുപോയപ്പോൾ പരമശിവൻ നാലുപാടും പകച്ചു നോക്കി. അപ്പോൾ കാണുന്നത് ഒരു പൂന്തോട്ടമാണ്. ആ പൂന്തോട്ടത്തിൽ കടഞ്ഞെടുത്ത ശരീരവടിവുകളോടെ സുന്ദരാംഗിയായ മോഹിനി പന്തടിച്ചു കളിക്കുന്നതാണ്. കളിക്കുന്നതിനിടയിൽ ഇളംകാറ്റേറ്റ് അവളുടെ വസ്ത്രം അല്പമൊന്ന് മാറിക്കിടക്കുന്നുണ്ട്. തൻ്റെ കടക്കണ്ണുകൾ കൊണ്ട് പരമശിവനെ ഇടയ്ക്കൊക്കെ പാളി നോക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ കാമദേവനെ പോലും ചുട്ടരിച്ചു കളഞ്ഞ, കാമദേവന്റെ ശത്രുവെന്ന് പേരുകേട്ട പരമശിവൻ പോലും ഒരു നിമിഷം തന്നെ മറന്നുകൊണ്ട് മനസ്സിന്റെ വേഗതയിൽ ഓടിച്ചെന്ന് കാമപാരവശ്യത്താൽ ഭഗവാനെ അങ്ങയുടെ ആ മോഹിനി രൂപത്തെ ആലിംഗനം ചെയ്തു. ഇവിടെ പറയുന്നത് മനോഹരിയായ സുന്ദരിയായ മോഹിനി രൂപം കണ്ടപ്പോൾ കാമപാരവശ്യത്താൽ മനസ്സിന്റെ വേഗതയെ ഓടിച്ചെന്നുവെന്നാണ്. മനസ്സ് സഞ്ചരിക്കുന്നത് പോലെ ശരീരം സഞ്ചരിക്കില്ല. മനസ്സ് ഒരു നിമിഷം കൊണ്ട് ഭൂലോകം മുഴുവൻ ചുറ്റിവരും. എന്നാൽ അങ്ങനെ ശരീരത്തിന് കഴിയില്ല. അപ്പോൾ അത്രയും വേഗത്തിലാണ് പരമശിവൻ ഓടിച്ചെന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരമശിവൻ തന്നെ ആലിംഗനം ചെയ്തപ്പോൾ മോഹിനി എന്ത് ചെയ്തുവെന്നാണ് 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഭൂയോപി വിദ്രുതവതീമുപധാവ്യദേവോ വീര്യപ്രമോക്ഷ വികസത് പരമാർത്ഥബോധ ത്വന്മാനിതസ്തവ മഹത്വമുവാച ദേവ്യൈ തത്താദൃശസ്ത്വമവ വാദനികേതനാഥ. പരമശിവൻ തന്നെ ആലിംഗനം ചെയ്തപ്പോൾ മോഹിനി ആ ആലിംഗനത്തിൽ നിന്നും ഉതറി ഓടിക്കളയുകയാണ് ചെയ്യുന്നത്. പരമശിവനാകട്ടെ ആ മോഹിനിയുടെ മായാവലയത്തിൽപ്പെട്ട് മോഹിനിയുടെ പിന്നാലെ ഓടാൻ തുടങ്ങി. അങ്ങനെ ആ പൂന്തോട്ടവും കടന്ന് കാടും മേടുമെല്ലാം കടന്ന് മോഹിനി ഓടിക്കൊണ്ടിരുന്നു. മോഹിനിയുടെ പിന്നാലെ തന്നെ ഭഗവാന്റെ മായാശക്തി കൊണ്ട് പരമശിവനും ഓടുകയാണ്. അങ്ങനെ അലയോ ഭഗവാനെ, അങ്ങയുടെ മായ കൊണ്ട് അങ്ങ് പരമശിവനെ പോലും മയക്കെ കളഞ്ഞ് ആ മോഹിനി രൂപത്തിന്റെ പിന്നാലെ ഓടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇപ്രകാരം ഓടുന്നതിനിടയിൽ കാമാവേശനായ പരമശിവന്റെ വീര്യം ഭൂമിയിൽ താഴെ വീഴാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് പരമശിവന് താൻ എന്തൊക്കെയാണ് ഈ ചെയ്തു കൂട്ടുന്നത് എന്ന അവബോധം, ആ ഒരു ജ്ഞാനം മനസ്സിൽ തെളിഞ്ഞു വന്നത്. അങ്ങനെ തത്വജ്ഞാനം വീണ്ടു കിട്ടിയപ്പോൾ പരമശിവൻ സ്വയം തൻ്റെ പ്രവൃത്തിയിൽ ലജ്ജിതനായി നിന്നു. അപ്പോൾ ഭഗവാൻ തൻ്റെ സാക്ഷാൽ സ്വരൂപത്തിൽ വന്ന് പരമശിവനോട് പറഞ്ഞു, അങ്ങേപ്പോലുള്ള ജ്ഞാനികൾക്ക് മാത്രമേ ഒരു നിമിഷം മനസ്സൊന്ന് വഴുതിപ്പോയാലും തത്വബോധത്തിലേക്ക് വീണ്ടും വരാൻ സാധിക്കുകയുള്ളൂ. ഇപ്രകാരം ഭഗവാന്റെ വാക്കുകളാൽ മാനിക്കപ്പെട്ട പരമശിവൻ ഭഗവാന്റെ മഹാത്മ്യം പാർവതീദേവിക്ക് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെയുള്ള അനന്യസദൃശനായ ഗുരുവായൂരപ്പ, കാമാന്തകനായ പരമശിവനെ പോലും മായയിൽ വീഴ്ത്തിയ ഈ പ്രപഞ്ചത്തെ മായയാൽ മോഹിപ്പിക്കുന്ന ഭഗവാനെ എന്നെ കാത്തരുളേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാലാഴിമഥനം എന്ന കഥയും മോഹിനിയാൽ മോഹിതനായ പരമശിവന്റെ കഥയും പറഞ്ഞുകൊണ്ട് മേൽപ്പത്തൂർ ഈ ദശകം അവസാനിപ്പിക്കുന്നു.